iOS 26 ഇറങ്ങിയപ്പോൾ അല്ലെങ്കിൽ പുതിയ iPhone 17 ഇറങ്ങിയപ്പോൾ നിങ്ങളുടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഐഫോണിൻ്റെ പെർഫോമൻസ് കുറഞ്ഞ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പഴയൊരു പെർഫോമൻസ് കിട്ടാത്ത പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ ക്യാമറയുടെ കാര്യം എടുക്കുന്നത് ക്യാമറയ്ക്ക് പഴയ പോലെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടോ? എന്നാൽ ഇത് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് മാത്രമല്ല, ഇതിനെ പ്ലാൻഡ് ഒബ്സൊലസൻസ് എന്ന് പറയും. അതായത് ഒരു സംഭവത്തിനെ പ്ലാൻ ചെയ്തുകൊണ്ട് ഒബ്സൊലേറ്റ് ആക്കുക, ഉപയോഗശൂന്യം ആക്കണതിനാണ് പ്ലാൻഡ് ഒബ്സൊലസൻസ് എന്ന് പറയുക. വൻകിട കമ്പനികളെല്ലാം ഇത് ചെയ്യാറുണ്ട്. 1920 തൊട്ട് 1930 വരെ ഫീബസ് കാർട്ടൽ എന്നൊരു കാർട്ടൽ ഉണ്ടായിരുന്നു. ഈ കാർട്ടലിലെ മെയിൻ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കാലത്ത് ലൈറ്റ് ബൾബ്സ് മാനുഫാക്ചർ ചെയ്തിരുന്ന വലിയ വലിയ കമ്പനികളായിരുന്നു. ഫിലിപ്സ്, ജനറൽ ഇലക്ട്രിക് പോലത്തെ കമ്പനികളായിരുന്നു. ഇവരെ കൂട്ടായിട്ടൊരു തീരുമാനം എടുത്തു. അവർ ഇറക്കുന്ന ബൾബ്സ് 1000 hours മുകളിൽ വർക്ക് ചെയ്യില്ല എന്ന്. ടെക്നിക്കലി ഒരു ബൾബ് 2000 തൊട്ട് 2500 hours വരെ വർക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിലും ഇവരുടെ ബൾബ്സ് 1000 hours റെസ്ട്രിക്റ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ കൺസ്യൂമേഴ്സ് 1000 hours കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ ബൾബ് മേടിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിതമായിരുന്നു. ഇതാണ് പ്ലാൻഡ് ഒബ്സൊലസൻസിൻ്റെ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടും പ്രൈമറി ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ചില പ്രിൻറ്റേഴ്സിൽ ഒരു ഇങ്ക്ജെറ്റ് പ്രിൻ്റർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അതിലൊരു ചിപ്പ് വരുന്നുണ്ട്. ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് പേപ്പർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രിൻ്റർ യൂസ് ചെയ്ത് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഈവൺ ദോ ദ പ്രിൻ്റർ വർക്കിംഗ് ആണെങ്കിലും നമുക്ക് ആ പ്രിൻ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ചില പ്രിൻറ്റേഴ്സിൽ തേർഡ് പാർട്ടി കാർട്രിഡ്ജസ് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ കമ്പനിയുടെ സെയിം കാർട്രിഡ്ജ് യൂസ് ചെയ്യണം. ഇതൊക്കെ അവരുടെ സെയിൽസ് ഡ്രൈവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. 2017 ആപ്പിൾ കമ്പനി തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അവർ പ്ലാൻഡ് ഒബ്സൊലസൻസ് ചെയ്യണുണ്ട് എന്ന്. ഫ്രാൻസിൽ മാത്രമാണ് ഈ പ്ലാൻഡ് ഒബ്സൊലസൻസ് ഒരു ഇല്ലീഗലായിട്ടുള്ള ഒരു പ്രവൃത്തി, അല്ലെങ്കിൽ അതിനെതിരെ ഒരു ലോ ഉള്ളത് ഫ്രാൻസിൽ മാത്രമാണ്. ബാക്കി രാജ്യക്കാർ പേടിക്കേണ്ട. റൈറ്റ് ടു റിപ്പയർ എന്നൊരു ലോ ഇപ്പോൾ ഡിസ്കഷനിലാണ്. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പുതിയൊരു സംഭവം മേടിക്കാനും കൂടുതൽ ഇപ്പോഴുള്ള സ്പെയർ പാർട്സിനും അല്ലെങ്കിൽ നമുക്കത് റിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷൻസും കൂടാനുള്ള ചാൻസസ് ഉണ്ട്. പറ്റി ജീവിക്കുന്ന എന്തായാലേ